Welcome to my YouTube channel. Today we are going to discuss recursion tree method. Okay. അപ്പം റിക്കേർഷൻ ട്രീ മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു റിക്കേഴ്സീവ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയത്തില്ലേ ടി ഓഫ് എൻ ഈക്വൽ ടു ടി1 പ്ലസ് ടി ഓഫ് എൻ മൈനസ് വൺ. ഓക്കെ. അപ്പോൾ ഈ ടി ഓഫ് എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? ടി ഓഫ് എൻ മൈനസ് വണ്ണിൻ്റെ വാല്യൂ യൂസ് ചെയ്തു. ഓക്കെ. ഇനി ടി ഓഫ് എൻ മൈനസ് വണ്ണിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ടി ഓഫ് എൻ മൈനസ് ടുൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്കറൻസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഈ റിക്കറൻസ് ഇക്വേഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി റിക്കേർഷൻ ട്രീ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് പറയുന്നത്. ഓക്കെ. സോ എ റിക്കേർഷൻ ട്രീ മെത്തേഡ് is a technique used to solve a recurrence relation by representing each recursive call as a tree. ഓരോ റിക്കേഴ്സീവ് കോളും നമ്മളൊരു നോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഈ ഇസ് എ റിക്കേഴ്സ് റിലേഷൻസ് ബൈ റെപ്രസെൻറ്റിംഗ് ഈച്ച് റിക്കേഴ്സീവ് കോൾസ് ആസ് എ ട്രീ ആൻഡ് എവറി നോഡ് ഇൻ ദ ട്രീ റെപ്രസെൻറ്റ് ദ വർക്ക് ഡൺ അറ്റ് ദ റിക്കേഴ്സീവ് കോൾ. അപ്പോൾ ഓരോ നോഡും ഒരു റിക്കേഴ്സീവ് കോൾ ചെയ്യുന്ന വർക്കാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദ ടോട്ടൽ ടൈം ഈസ് ഒബ്റ്റെയിൻ ബൈ ആഡിങ് ദ കോസ്റ്റ് ഓഫ് ഓൾ നോഡ്സ് ഇൻ ദ ട്രീ. ഈ നോട്ട് നിങ്ങൾ റിക്കേഴ്സ് ട്രീയുടെ എന്ത് ചോദിച്ചാലും ആദ്യം എഴുതി വെക്കണം. ഓക്കെ. സോ റിക്കേർഷൻ ട്രീ മെത്തേഡ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു സോൾവ് റെക്കറൻസ് റിലേഷൻ ബൈ റെപ്രസെൻറ്റിംഗ് ഈച്ച് റിക്കേഴ്സീവ് കോൾ ആസ് എ ട്രീ. ഓക്കെ. ഓരോ റിക്കേഴ്സീവ് കോളിനെ നമ്മൾ എന്ത് ചെയ്യും? ആ ട്രീയിൽ റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ഈച്ച് നോഡ് ഇൻ ദ ട്രീ റെപ്രസെൻറ്റ് ദ വർക്ക് ഡൺ അറ്റ് ദ റിക്കേഴ്സീവ് കോൾ. The total running time is obtained by adding all the cost of node. Node 1 will give the first recursive call cost. Okay. Node 2 will give the second recursive call cost, like that. Okay. In advantages, easy to visualize recursive call, help understanding how work is distributed across the recursive levels, useful for deriving recurrent solutions. So, and then forms the basics for understanding the Master's theorem. And where we are using this application and disadvantages difficult for complicated recurrence. Okay. Applications we are using for merge source, binary search, quicksort, dividends, conquer algorithm, and transition matrix multiplication. Okay. ഇനി അടുത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. റിക്കേർഷൻ ട്രീ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t(n-1 + c). ഓക്കെ. ഞാനൊരു വേർഡ് ഫയൽ കൂടെ എടുക്കട്ടെ, എന്നാലും നിങ്ങൾക്കത് ചെയ്ത് കാണിക്കാൻ പറ്റും. ഞാനത് എഴുതി കാണിക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്മൾ കണ്ടുപിടിക്കേണ്ട, നമ്മൾ സോൾവ് ചെയ്യേണ്ട റിക്കറൻസ് ട്രീ യൂസ് ചെയ്തിട്ട് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ഇക്വേഷൻ എന്താണെന്ന് പറയാം. ഓക്കെ. ഞാൻ ഏത് കളർ എടുക്കാം? ബ്ലൂ എടുക്കാം. So using recurrence equation, you have to solve this equation. T of n is equal to 2t(n-1 + c). ഈ ഒരു ഇക്വേഷൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ. യൂസിങ് റിക്കറൻസ് ഇക്വേഷൻ. ഓക്കെ. സോ സി ഈസ് ദ റൂട്ട് ഓഫ് ദ നോഡ്. സി എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ദ നോഡാണ്. ഓക്കെ. സോ ഫസ്റ്റ് നിങ്ങൾ സി ഇവിടെ എഴുതുക. ഓക്കെ. ഇനി ടി ഓഫ് എൻ ഈക്വൽ ടു 2t(n-1). ഓക്കെ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2t(n-1) ഉണ്ട്. ഓക്കെ. t(n-1), t(n-1) ഇത് രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ കൊടുക്കുക t(n-1), t(n-1). ആദ്യം ഈ ഫിഗർ വരയ്ക്കുക. സ്റ്റെപ്പ് 1. ഓക്കെ. ഇസ് ക്ലിയർ? ഇനി അടുത്ത സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽക്കുലേറ്റ് t(n-1). Step 2, calculate t(n-1). എങ്ങനെ t(n-1) കണ്ടുപിടിക്കണ്ടേ? ഈ ഇക്വേഷനകത്ത് ടി ഓഫ് എൻ എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് t(n)ൻ്റെ t(n-1) വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t(n-1 + c). സോ t(n-1) ഈക്വൽ ടു 2t(n-1 - 1 + c). ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ ഈ n-1ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്ത് വരും? 2t(n-2 + c). ഓക്കെ. So t of n-1 equal to
2t n minus 2 plus c. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3, ഡ്രോ ദ ട്രീ. ഈ ടി ഓഫ് എൻ മൈനസ് ഉണ്ട്, ഇത് ടി ഓഫ് എന്നിൻ്റെ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ടി ഓഫ് എൻ ഇത് എന്തിൻ്റെയാണ് വരച്ചേക്കുന്നത്? ഇത് ടി ഓഫ് എൻ മൈനസ് വണ്ണിൻ്റെ റെക്കറൻസ് ട്രീയുടെ ആണ് വരച്ചേക്കുന്നത്. ആ ഒരു ഫംഗ്ഷൻ കോളിൻ്റെ ട്രീ ആണ് വരച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ടി ഓഫ് എൻ മൈനസ് വണ്ണിൻ്റെ എന്താ വിളിച്ചേക്കുന്നത്? 2t ഓഫ് എൻ മൈനസ് 2 പ്ലസ് സി. ഇതെങ്ങനെ വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ആദ്യം ഈ പടം അതുപോലെ വരച്ച് വെക്കുക. ഈ ടി ഓഫ് എൻ മൈനസ് വൺ എന്ത് കൊടുക്കുക? ഇത് അതിനെ മാറ്റുക. ടി ഓഫ് എൻ മൈനസ് വണ്ണിനെ ഇതിനെ മാറ്റുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് സി വരയ്ക്കുക. ഓക്കെ, അതിന് ശേഷം എന്ത് വരയ്ക്കണമെന്ന് അറിയാമോ? അതിനുശേഷം 2 സി വരയ്ക്കുക. ഇവിടെ ഒരു സി വരയ്ക്കുക, ഇവിടെ ഒരു സി വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇവിടെ എത്ര ഇതുണ്ട്? ഒരു സിക്ക് എത്ര ഉണ്ട്? 2t ഓഫ് എൻ മൈനസ് 2 ഉണ്ട്. ഓക്കെ, സോ ഇത് വരയ്ക്കുക, ടി ഓഫ് എൻ മൈനസ് 2 വരയ്ക്കുക. ഇവിടെ എന്ത് വരയ്ക്കുക? ടി ഓഫ് എൻ മൈനസ് 2 വരയ്ക്കുക. അതുപോലെ ഇവിടെ എന്ത് കൊടുക്കുക? ടി ഓഫ് എൻ മൈനസ് 2, ഇവിടെ ടി ഓഫ് എൻ മൈനസ് 2. ഓക്കെ, ഇനി അടുത്ത അങ്ങനെ ഇതിപ്പോൾ നമ്മൾ എൻ മൈനസ് വണ്ണിൻ്റെയാണ് ചെയ്തത് അല്ലേ? എൻ മൈനസ് വണ്ണിൻ്റെയാണ് ഇവിടെ ചെയ്തത്. അതുപോലെ നമ്മളിപ്പം എൻ മൈനസ് 2 ചെയ്യും. അതുപോലെ എൻ മൈനസ് 2 ടി ഓഫ് എൻ മൈനസ് 2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2t n മൈനസ് 3 പ്ലസ് സി എന്ന് വരും. പിന്നെ അതിൻ്റെ എന്ത് വരയ്ക്കണം? ട്രീ വരയ്ക്കണം. ഡ്രോ ട്രീ ഓഫ് ടി ഓഫ് എൻ മൈനസ് 2. ഓക്കെ, അങ്ങനെ ഇത് എവിടം വരെ റിപ്പീറ്റ് ചെയ്യണം? ഓക്കെ, ഇത് റിപ്പീറ്റ് അപ് ടു എൻ സ്റ്റെപ്സ് ഇത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, എൻ സ്റ്റെപ്പ് നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം. അപ്പം എൻ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടി ഓഫ് എൻ സ്റ്റെപ്പ്. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടുത്തെ എൻ സ്റ്റെപ്പ് ചെയ്യണേ, എൻ സ്റ്റെപ്സ് ചെയ്യണം. ഓക്കെ, എൻ സ്റ്റെപ്പ് കഴിയുമ്പോൾ ലാസ്റ്റ് എന്ത് വരും? ടി ഓഫ് എൻ മൈനസ് 1. ഓക്കെ, അതാണ് എൻ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രീ ഞാൻ വരച്ചു തരാം. അത് ഈ നോട്ടം നോക്കാം. ഈ നോക്കി ഫസ്റ്റ് സി എഴുതുക, പിന്നെ ടി ഓഫ് എൻ മൈനസ് 1, ടി ഓഫ് എൻ മൈനസ് 1 ഇവിടെ കൊടുക്കുക. നമ്മൾ പറഞ്ഞല്ലോ. ഇനി അടുത്ത് കാൽക്കുലേറ്റ് ടി ഓഫ് എൻ മൈനസ് 1. അപ്പോൾ അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ ടി ഓഫ് എൻ മൈനസ് 1ൻ്റെ വാല്യൂ കിട്ടും. അതായത് 2t ഓഫ് എൻ മൈനസ് 2 പ്ലസ് സി. അതിൻ്റെ ട്രീ വരയ്ക്കുക. ഒരു സി ആദ്യം വരയ്ക്കുക, ഇത് നേരത്തെ. അതിന് 2 ചൈൽഡ് സി സി, എന്നിട്ട് ടി ഓഫ് എൻ മൈനസ് 2, ടി ഓഫ് എൻ മൈനസ് 2, ടി ഓഫ് എൻ മൈനസ് 2, ടി ഓഫ് എൻ മൈനസ് 2. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? ഡ്രോ ദ ട്രീ അപ് ടു n വരെ പോകണം. അതായത് n റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ വന്ന് എങ്ങനെ ഇരിക്കുമെന്ന്. ഓക്കെ, സോ ഫസ്റ്റ് ലെവലിൽ ഇത് ടി ഓഫ് എന്നിൻ്റെ ആ ഒരു നോഡാണ്, ടി ഓഫ് എന്നിൻ്റെ നോഡാണിത്. അതിനുശേഷം ടി ഓഫ് എൻ മൈനസ് 1ൻ്റെ നോഡിൽ 2 സി വരച്ചു. അടുത്ത ടി ഓഫ് എൻ മൈനസ് 2ൻ്റെ നോഡിൽ ഇവിടെ 4 സി വരും. ഇതിൻ്റെ 2 ചൈൽഡ്, ഇതിൻ്റെ 2 ചൈൽഡ്. സോ ഇവിടെ ഒരു സി, ഇവിടെ ഒരു സി, ഇവിടെ ഒരു സി, ഇവിടെ ഒരു സി. ഓക്കെ, അടുത്ത അപ് ടു എത്ര ലെവൽസ് ഉണ്ട്? ലെവൽ n വരെ പോകും. ഓക്കെ, ലെവൽ n വരെ പോകുമ്പോൾ താഴെ എന്ത് വരും? ഇവിടെ ടി ഓഫ് എൻ മൈനസ് 1 ആ ഒരു ഫംഗ്ഷൻ്റെ റിക്കേഴ്സീവ് കോളിൻ്റെ ട്രീയുടെ ഇവിടെ വരയ്ക്കണം. അങ്ങനെ ഇവിടെ ടി ഓഫ് എൻ മൈനസ് 1 റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോളിൻ്റെ ആ ഒരു നോഡ് ഇവിടെ വരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇനി ഇവിടെ ടി ഓഫ് എൻ മൈനസ് 1ൻ്റെ നോഡായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ലെവലിൽ. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ലെവലിൽ ഇവിടുത്തെ സം കണ്ടുപിടിക്കണം. ഇവിടെ എത്ര സി ഉണ്ട്? ഒരു സി. ഓക്കെ, സമ്മാണ് ഞാൻ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര സി ഉണ്ട്? സി 2 സി, 2 സി. ഓക്കെ, സി പ്ലസ് സി ഈക്വൽ ടു 2 സി. ഓക്കെ, ഇവിടെ എത്ര സി ഉണ്ട്? 4 സി. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ എഴുതാം? 2 സ്ക്വയർ സി എന്ന് എഴുതിക്കൂടെ? സി പ്ലസ് സി പ്ലസ് സി പ്ലസ് സി ഇസ് ഈക്വൽ ടു 4c ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ സി. അങ്ങനെയാണെങ്കിൽ ഈ nth ലെവലിൽ എത്ര സി കാണും ടോട്ടൽ? nth ലെവലിൻ്റെ ആ ഒരു nth ലെവലിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ടി ഓഫ് എൻ മൈനസ് 1. ഇതാണ് ആ ഫംഗ്ഷൻ കോളിൻ്റെ ആ ഒരു nth ലെവൽ റെപ്രസെൻറ്റേഷൻ. ആ nth ലെവൽ റെപ്രസെൻറ്റേഷൻ എത്ര ടി കാണും? 2n-1 സി. ഓക്കെ, അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ലെവലിൽ ഒരു സി. ഓക്കെ, സെക്കൻഡ് ലെവലിൽ 2 സി. ഓക്കെ, ടി ഓഫ് എന്നിൻ്റെ കേസിൽ ഒരു സി, ടി ഓഫ് ഇവിടെ 2 സി. ഓക്കെ, ഇവിടെ ടി ഓഫ് 3 ആയപ്പോൾ എന്തായി? ടി ഓഫ് എന്നിൻ്റെ കേസിലാണ് 1 സി, ടി ഓഫ് എൻ മൈനസ് 1ൻ്റെ കേസിൽ 2 സി, ടി ഓഫ് എൻ മൈനസ് 2ൻ്റെ കേസിൽ 2 സ്ക്വയർ സി.
ഓക്കെ, ഇവിടെ 0 1 2 അങ്ങനെയാണ് പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, 2n-1 വന്നത്. ഓക്കെ, ഫസ്റ്റ് ലെവൽ ഇതിൻ്റെ 2 0 ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് ലെവൽ ഇവിടെ ഫസ്റ്റ് ലെവൽ എന്തായിരുന്നു, വെറും സി മാത്രമാണ്, അതായത് 2 0 C. ഓക്കെ, ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. ഓക്കെ, ഇവിടെ എന്താണ്, ഫസ്റ്റ് ലെവൽ വന്നപ്പോൾ 2 1 വന്നു, സെക്കൻഡ് ലെവൽ വന്നപ്പം 1 വന്നു. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ സിയെ നമുക്ക് എങ്ങനെ എഴുതാം, 2 0 2 0 C എന്ന് എഴുതാം അല്ലേ. ഇതിന് എന്ത് എഴുതാം, ഈ 2C എന്ത് എഴുതാം, 2 1C എന്ന് എഴുതാം. ഈ 2² C എന്ത് എഴുതാം, 2 C. ഓക്കെ, ഇത് ഫസ്റ്റ് ലെവലിലെ, ഇത് സെക്കൻഡ് ലെവലിലെ, ഇത് തേർഡ് ലെവലിലെ ഫംഗ്ഷൻ കോളം. ഓക്കെ, അങ്ങനെയാണ് ഈ എൻഡ് ലെവലിൽ എത്ര സി ഉണ്ടായിരിക്കും, എൻഡ് ലെവലിലെ സിയുടെ എണ്ണമാണെന്ന് പറയുന്നത് 2n-1C. ഓക്കെ, അതായത് തേർഡ് ലെവലിൽ 2 ആണ് ഇതുണ്ടാകുന്നത്. ഓക്കെ, 2 ആയിരുന്നു തേർഡ് ലെവൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ലെവലിൽ എത്ര സി ഉണ്ടായിരിക്കും, 2 ഫിഫ്ത്ത് ലെവലിലോ 2 അപ് ടു nth ലെവലിൽ എത്ര സി ഉണ്ടായിരിക്കും, 2n-1C. ഓക്കെ, ഇനി നമുക്ക് ഈ സിയുടെ എല്ലാം ടോട്ടൽ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര സി ഉണ്ടെന്ന്. സോ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു സി പ്ലസ് 2C, അതായത് ഈ സി ആഡ് ചെയ്യുക, സി പ്ലസ് 2C plus 2² C plus up to 2n-1C. So C plus 2C plus 2² C plus up to 2n-1C. Okay, ഈ C കോമൺ ആയിട്ട് എടുത്ത് എന്ത് വരും, 1 plus 2 plus 2² up to 2n-1. അതറിയാലോ മാക്സ്. ഇതൊരു GP ആണ്. ഓക്കെ, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, 2 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത് ഇതിന്. അപ്പോൾ അതിൻ്റെ സം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, a into r⁻n-1 by r-1. ഓക്കെ, ആറിൻ്റെ വാല്യൂ എന്താ, 2 അല്ലേ. സോ എ എത്ര, 1. ഇവിടെ എയുടെ കോയിഫിഷ്യൻറ്റ് 1 അല്ലേ, എല്ലാത്തിനകത്ത് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, 1 × 1 × അങ്ങനല്ലേ പോയിരിക്കുന്നത്. സോ 1 × 1 1 × 2 1 × 2² അങ്ങനെയല്ലേ പോയിരുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 1, ആറിൻ്റെ വാല്യൂ എന്താ, 2 by 2-1. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, 2n-1 ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 2n-1 എഴുതുക. ഓക്കെ, അപ്പോൾ സി ഇൻറ്റു 2n-1. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, സി ഇൻറ്റു 2n മൈനസ് സി ഇൻറ്റു 1C. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, സി ഇൻറ്റു 2n-C. അപ്പോൾ ഇതിൻ്റെ അസിമ്പ്റ്റോട്ടിക് നൊട്ടേഷൻ എങ്ങനെ എഴുതാം നമുക്ക്, ബിഗ് ഓഫ് 2n. ഓക്കെ, കോൺസ്റ്റൻ്റൊക്കെ എലിമിനേറ്റ് ചെയ്യുക. ഇതായിരിക്കും അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കിട്ടുന്നത്. ഓക്കെ, ഞാൻ കുറേ എക്സാമ്പിൾസ് തരാം, അത് നോക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ പിടികിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഈ ഫസ്റ്റ് ലെവലിലെ സം എന്ന് പറയുന്നത് 2 0C ആയിരുന്നു. സെക്കൻഡ് ലെവലിലെ സം എന്ന് പറയുന്നത് 2-1C ആണ്. തേർഡ് ലെവലിലെ സം എന്ന് പറയുന്നത് 2-2C ആണ്. അങ്ങനെയാണെങ്കിൽ എൻഡ് ലെവലിലെ സം എത്ര ആയിരിക്കും, എൻഡ് ലെവലിലെ 2n-1C. എന്നിട്ട് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് GPയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക, എന്നിട്ട് സം കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ബിഗ് O നൊട്ടേഷൻ വെച്ചിട്ട് എന്ത് എഴുതുക, അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.